അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഇതുപോലത്തെ കേസുകളൊന്നും ആരെയും പരിഭ്രാന്തരാക്കില്ല. കാരണം മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. പിണറായി വിജയന് പരിഭ്രാന്തിയില്ലെങ്കിൽ ഇന്നലെ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാൻ അതിൻ്റെ കാരണം മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഈ അക്രമം അഴിച്ചുവിട്ട ആളുകൾ അവർക്കെങ്കിലും അറിയാമോ ഈ CMRL വീണാ വിജയന് നൽകിയിട്ടുള്ള മാസപ്പടി, ആ മാസപ്പടി എന്ത് സേവനം വീണാ വിജയൻ്റെ കമ്പനി CMRLന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നൽകിയിട്ടുള്ളത്? കാരണം മാർക്സിസ്റ്റ് പാർട്ടി ആ കാര്യം വിശദീകരിച്ചിട്ടില്ല. നിയമസഭയിലോ പുറത്തോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ വിശദീകരിച്ചിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും അതുപോലെ SFIOയുടെയും ഉദ്യോഗസ്ഥന്മാരോടും വിശദീകരിച്ചിട്ടില്ല. അങ്ങനെ വിശദീകരിക്കാത്ത സാഹചര്യത്തിൽ ഏതാണ്ട് 130 കോടിയുടെ ഫേക്ക് പേയ്മെൻറ്റ്സ് നടന്നു എന്നാണ് ED കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മണി ലോണ്ടറിംഗ് വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. SFIയുടെ കേസുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രത്യേക കേസാണ്. അപ്പോൾ ഈ കേസിനെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താം എന്നുള്ള കേരളത്തിലെ CPMൻ്റെ പതിവ് സമീപനം, ആ പതിവ് സമീപനം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് എടുത്തു കഴിഞ്ഞാൽ കളി വേറെയായിരിക്കും എന്നുള്ള കാര്യം ഒരുപക്ഷെ അവർക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ പരിശോധിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിലെ അവരുടെ കൂട്ടാളിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇതേപോലത്തെ സമീപനം ബംഗാളിലെടുത്തപ്പോൾ ആ ബംഗാളിൽ പിന്നീട് എന്തുണ്ടായി എന്നുള്ളത് അവർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് വന്നത് BJP കോൺഗ്രസ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. പിന്നെ എന്തിടിയില്ല? നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.